ഓവറാൾ നിങ്ങൾ ഓർത്തോളൂ ആ മാർക്കറ്റ് ഒരു ബാലൻസിലോട്ട് പോകുന്നു. ഓപ്ഷൻ ബയേഴ്സിന് വളരെ റിസ്കി ആയിട്ടുള്ള മാർക്കറ്റാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ബാഡ് ഓപ്ഷൻ മാർക്കറ്റ് ആയിരുന്നു. പൊതുവെ ഒരു പ്രോഫിറ്റബിൾ, എനിക്കിന്ന് തലങ്ങും വിലങ്ങും ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ ആണ്. ന്യൂട്രൽ ഡേ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും മാർക്കറ്റ് പ്രൊഫൈൽ സംബന്ധിച്ചൊരു തലങ്ങും വിലങ്ങും അടി കിട്ടിയ ദിവസമായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹീറ്റായി ഓൾമോസ്റ്റ് 1% ട്രേഡിംഗ് ലോസ് ഒക്കെ സംഭവിച്ച് വളരെ ദുഃഖത്തോടുകൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ്. പൊതുവെ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സിന് കഴിവതും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ട്രേഡ് സെറ്റപ്പും കൂടെയാണ് ന്യൂട്രൽ എക്സ്ട്രീമില്. സാധാരണ രണ്ട് സൈഡിൽ നിഫ്റ്റിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഓപ്ഷൻ പ്രകാരം നിങ്ങൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഡീപ് ഫെയിലുവർ തന്ന് താഴേക്ക് ഇറങ്ങി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. കാലത്ത് തൊട്ട് തന്നെ നിഫ്റ്റിയുടെ സ്പോട്ടും ഫ്യൂച്ചറും തമ്മിൽ അന്തരം വൃത്തികെട്ട രീതിയിലുള്ള മൂവ്മെന്റ്, അതായത് ഡിവിഡന്റ് പലതും കിടപ്പുള്ളത് കൊണ്ട് പല ഹെവി വെയിറ്റിന്റെയും ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അത് യൂഷ്വലി മാർക്കറ്റിൽ പ്രഷർ തന്നു. അതിന്റെ കൂടെ രണ്ടാമത് എന്ത് പറ്റി, ഈ ഒരു വൃത്തികര രീതിയിലുള്ള ഓപ്ഷൻ വന്നപ്പോഴും മാർക്കറ്റ് റേഞ്ചാണ്. സോ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ ഈ പ്രൊഫൈലുകളെല്ലാം ഒന്ന് മെർജ് ചെയ്യണം, വേറെ ഒന്നും വേണ്ടിയില്ല. നമ്മുടെ മാർക്കറ്റിലെ ഈ റേഞ്ച് കുറച്ചും കൂടെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. ഈ പ്രൊഫൈൽ ഐഡന്റിഫൈ ചെയ്യണത് റേഞ്ച് വേറെ ഒന്നും വേണ്ടില്ല. മാർക്കറ്റ് പെർഫെക്റ്റ്ലി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 23,780 അതാണ് ഞാൻ പറഞ്ഞ 23,800ഉം 23,471 440 ഫിഗർ 470 23,471 ഇടയ്ക്കുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് പൊട്ടിയാൽ മാത്രമേ ഇനി ഒരു ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. ഈ ഒരു റേഞ്ച് കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇത് പൊട്ടിയാൽ മാത്രമേ ഒരു ട്രേഡിനെ കുറിച്ച് ചിന്തിച്ചാൽ. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ നമ്മുടെ മാർക്കറ്റിനെ കാട്ടി ഒരു 60 പോയിന്റ് 70 പോയിന്റ് താഴേക്ക് വന്ന് നിഫ്റ്റി ഇപ്പൊ മുകളിലോട്ട് കയറി ഇങ്ങനെ ഒരു ഫ്ലാറ്റാണ് നിൽക്കുന്നത്. പൊതുവെ മാർക്കറ്റില് ട്രംപ് വന്നപ്പോ വോൾട്ടാലിറ്റി കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ട്രംപ് ദൈവമാണ്, മറ്റേതൊക്കെ ട്രംപ് ദൈവമൊന്നുമല്ല, ട്രംപ് ഒരു വൃത്തികെട്ടവനാണ്. ട്രംപ് കാരണമാണ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഓയിലാണെങ്കിൽ താഴെ പക്ക ഒരു റേഞ്ച്, അതേ ഒരു റേഞ്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും കൃത്യമായിട്ട് വന്ന് മാർക്കറ്റിന് ഒരു വൃത്തികെട്ട രീതിയിൽ മാർക്കറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റിന് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഇല്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഒരു മൺഡേ 11-ാം തീയതിക്ക് ശേഷം നിഫ്റ്റി 23,800നും 23,400 ഇടയ്ക്ക് പൊട്ടി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു റേഞ്ച് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ നമ്മുടെ റെഫറൻസ് ലെവലിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഞാൻ റെഫറൻസ് ലെവലിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. നിഫ്റ്റിയുടെ ഈ POC വന്നേക്കണം. നിഫ്റ്റിയുടെ ഈ POC വന്നേക്കുന്നത് 23,724 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യാൻ പോണേ. 23,724 23,724 ആണ് ആ POC വരുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ POC ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 23,471 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ആ ബൈയിങ് മൊമെന്റോ എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് 23,800 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയിങ്ങിനെ കുറിച്ച്, ഇപ്പൊ 23,800 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. നിങ്ങൾ കാര്യത്തുള്ള 23,800 470 ഭാഗത്തെത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. 470 പൊട്ടിയാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,430 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 23,380 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 23,320 ഭാഗത്തേക്ക്, 23,320 ഭാഗത്തേക്കും, 310 ഭാഗത്ത്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ലെവല്. 23,800 പൊട്ടിയ സെയിം ലെവൽ 875, 23,855 23,855 ഭാഗത്തേക്ക്. സെക്കൻഡ് 23,900 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ അടുത്ത തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ 922 865 865 ആണ്. 865 അതിന് മുകളിൽ 922 22
അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,900 എത്രയാണ് ഈ ഒരു ഏരിയ 970 23,970 23,970 ഭാഗത്തേക്ക് വരും. ഇതാണ് എനിക്ക് അപ്സൈഡ് റെഫറൻസ് ലെവലില്. ഡൗൺ സൈഡ് റെഫറൻസ് സോഫാർ ഈ മാർക്കറ്റ് റേഞ്ചിൽ നിൽക്കുന്നത്തോളം കാലം ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്താണ് ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡിന് ചിന്തിക്കുന്നതിന് പകരം ഈ ഭാഗത്ത് 23,300 ഭാഗത്ത് നമുക്ക് കോൾ ട്രൈ ചെയ്യാം, 23,800 ഭാഗത്ത് നമുക്ക് പുട്ട് ട്രൈ ചെയ്യാം. ആ ഒരു സിറ്റുവേഷൻ ഇപ്പം കൃത്യമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ റേഞ്ച് കൃത്യമായിട്ട് ബാഡ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ മാർക്കറ്റിന്റെ ബാലൻസ് ലാർജ് റേഞ്ച് ബാലൻസ് നിങ്ങൾ നോക്കിയാൽ ലാർജ് റേഞ്ച് ബാലൻസിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഇത് പൊട്ടാത്തത്തോളം കാലം മാർക്കറ്റിൽ ഒരു കയറ്റവും ഇറക്കവും വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇതാണ് പൊതുവേ നിങ്ങൾ കാണേണ്ട ഒരു രീതി. ഇനി അടുത്ത് നോക്കണം ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയും ഓപ്ഷൻ വളരെ ബാഡ് ആയിട്ടാണ് പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ആയിരുന്നു. ഈ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റി ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക ഒരു ബാലൻസ് ഡേ ആണ്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് TPS ഞാൻ കുറയ്ക്കുകയാണ്. ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഈ POS നിൽക്കുന്ന 53,589 ഭാഗത്തേക്ക് 53,589 ഭാഗത്തേക്ക് ഞാൻ POS കൊണ്ടുവന്നിട്ടുണ്ട്. ബെയറിഷ് റഫറൻസ് പറയുമ്പോൾ 53,300 പൊട്ടയാണെങ്കിൽ ബെയറിഷ് എടുക്കാം. അത്രയാണ് 53,300 പൊട്ടയാണെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 53,200 ഭാഗത്തേക്ക് 53,200 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 53,055 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 52,900 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 52,785 ഭാഗം. ഇതാണ് എനിക്ക് താഴേക്ക് വരുന്ന ഒരു റെഫറൻസ് ലെവലിൽ വരുന്നത്. ബുള്ളിഷ് റെഫറൻസ് സെയിം ആണ്. 53,722 മുകളിൽ ബൈ 53,900 54,055 54,250 ഭാഗത്തേക്ക് പോവുക. ഇതാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു നോർമൽ വേരിയേഷൻ അപ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ടാർഗറ്റ് അടുപ്പിച്ച് പോയത് കൊണ്ട് നോർമൽ വേരിയേഷൻ ആണ്. POS നിൽക്കുന്ന 14,372 ഭാഗത്തേക്കാണ് POS നിൽക്കണം. ഞാൻ ആ POS ഒന്ന് തട്ടി മുകളിലോട്ട് കൊണ്ടുപോകാം. 14,373 ഭാഗത്തേക്ക് ഞാൻ ആ POS കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്ക് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി ബെയറിഷ് റെഫറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു 14,200 താഴെ ഞാൻ സെല്ലിങ് എടുക്കുള്ളൂ. അതാണ് 14,200 ഇന്നത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ താഴെ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഫസ്റ്റ് 14,145 14,145 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 14,090 ഭാഗത്തേക്ക് 14,090 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14,046 അത്രയാണ് 14,046 ഭാഗത്തേക്കും വരാം. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഒരു റെഫറൻസ് ലെവൽ അപ്സൈഡ് വരുന്നത്. ഇനി സെല്ലിംഗ് ഇനി ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 14,403 മുകളിൽ മാത്രമേ ഞാൻ ബൈ. എത്രയാണ് 14,405 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 14,455 R1 എന്ന് പറഞ്ഞാൽ 14,455 ഭാഗത്തേക്ക് വരാം. R2 14,507 എത്രയാണ് 14,507 ഭാഗത്തേക്കും. R3 എന്ന് പറയുമ്പോൾ 14,551 എത്രയാണ് 14,551 ഭാഗത്തേക്ക് വരാം. പൊതുവെ IT സ്റ്റോക്സ് ഒക്കെ അപ്പായത് കൊണ്ട് ബാങ്ക് നിഫ്റ്റി വീക്കായിരുന്നു. പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ വച്ചിട്ടാണ് ഇന്നത്തെ എക്സ്പയറി പ്ലേ മൊത്തം മാർക്കറ്റിൽ കളിച്ചത്. സോ ഇതായിരിക്കും നാളത്തേക്കുള്ള റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി 1-2 കാര്യങ്ങൾ ഈ വരാൻ പോകുന്ന മന്ത്ലി എക്സ്പയറി നമുക്ക് അടുത്ത ആഴ്ചയാണ്. അപ്പം ഇന്നത്തെ ലാസ്റ്റ് വീക്ക്ലി എക്സ്പയറി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇനി 1-2 കാര്യങ്ങൾ മന്ത്ലിയുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ ഈ കാണുമ്പോൾ നമ്മുടെ ഈ മാസത്തെ മന്ത്ലി പ്രൊഫൈല് പ്രകാരം കഴിഞ്ഞ മാസം ഇതൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോയ ദിവസമായിരുന്നു. സോ നിഫ്റ്റിയുടെ മന്ത്ലി POS നിൽക്കുന്ന 23,726 ഭാഗത്ത്. അപ്പൊ സ്പോട്ട് ഓൾമോസ്റ്റ് ആ ഭാഗത്തൊക്കെ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ 23,337 മാർക്കറ്റ് ക്ലോസ് താഴെ പൊട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് 22,500 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും 23,337 24,104 ഭാഗത്ത്
ഇടയ്ക്കുള്ള റേഞ്ച് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീക്കിലി ക്ലോസ് ഓൾമോസ്റ്റ് മന്ത്ലി ക്ലോസ് ഓൾമോസ്റ്റ് ഈ മന്ത്ലിയുടെ വാല്യൂ ലോയുടെ ഭാഗത്താണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 52,800 പൊട്ടിയാൽ മാത്രമേ ഒരു ഹെവി സെല്ലിംഗ് ഒന്ന് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഇല്ല എങ്കിൽ അവ എന്ത് ചെയ്യും, ഈ ഒരു 55,160 ഈ ഒരു റേഞ്ച് റൊട്ടേഷൻ നടക്കാനുള്ള ചാൻസ്. ഒരു മന്ത്ലി പ്രൊഫൈൽ ഓൾമോസ്റ്റ് POCക്ക് താഴേക്ക് വന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്, സെല്ലിംഗ് മൊമെന്റം അല്ല, ഒരു ബാലൻസിനെ സ്ട്രക്ചർ കോർഡിനേറ്റ് ചെയ്ത് വന്ന സമയമാണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് മിഡ് ക്യാപ്പ് ഒരു ട്രെൻഡിങ് സ്ട്രക്ചർ തന്നായിരുന്നു. കഴിഞ്ഞ ട്രെൻഡിങ്ങിനെക്കാട്ടി സപ്പോസ് ചെയ്ത് ഈ വീക്ക് കണ്ടോ, ഈ 13,937 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ വീക്കിലി മന്ത്ലി POC പൊട്ടിയാൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിംഗ് വരാൻ പറ്റുള്ളൂ. അത് പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വരും, ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് 13,460 എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവരും ഈ ഒരു റേഞ്ച് 14,400നും 14,000 ഇടയ്ക്കുള്ള റേഞ്ച് കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് മന്ത്ലി ഒരു സ്ട്രക്ചർ കാണുന്നത്. മന്ത്ലിയുടെ POC നിൽക്കുന്ന 14,166 ഭാഗത്താണ്. സോ യൂഷ്വലി മാർക്കറ്റ് 13,930 ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഒരു ബൈയിങ് എടുത്ത് ആ ഒരു സ്ട്രക്ചർ പ്ലേ ചെയ്യാനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. കാരണം എനിക്ക് വരാവുന്നൊരു മന്ത്ലി സ്ട്രക്ചർ ഞാൻ പറഞ്ഞത് ഓവറാൾ നിങ്ങൾ ഓർത്തോളൂ, ആ മാർക്കറ്റ് ഒരു ബാലൻസിലോട്ട് പോകുന്നു. ഓപ്ഷൻ ബയേഴ്സിന് വളരെ റിസ്കി ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇൻട്രാഡേ സ്കാൽപ്പ് ചെയ്യുക, എടുക്കുക, പോവുക, അത് മാത്രമേ ചെയ്യാവുള്ളൂ. ലെവല് മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.